അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 100 വിക്കറ്റും 1000 റൺസും പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ വനിതാ താരം ദീപ്തി ശർമ്മ. 38ാമത് ദേശീയ ഗെയിംസ് വേദി ഉത്തരാഖണ്ഡ്. 2024 തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പൺ വനിതാ ലോങ് ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി താരം നയന ജെയിംസ്. 2024 പുകയില നിയന്ത്രണത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം PV സിന്ധു. 18ാം ലോക്സഭയിലെ പ്രോടേം സ്പീക്കർ ഭർതൃഹരി മഹ്താബ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലകനായി 2024 ചുമതലയേറ്റത് ഗൗതം ഗംഭീർ. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര. യൂണിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി 2024 നിയമിതയായത് കരീന കപൂർ. 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി സുധാ മൂർത്തി. പുതിയ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയായി നിയമിതനായത് അപൂർവ ചന്ദ്ര. കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സൺ കിഷോർ മക്വാന. പുതിയ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു. 2024 രാജ്യത്തെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം കോട്ടയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം. G7 ഉച്ചകോടി 2024 വേദി ഇറ്റലി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോളാർ എനർജിയുടെ പുതിയ ഡയറക്ടർ ജനറൽ മുഹമ്മദ് റിഹാൻ. NSGയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് നളിൻ പ്രഭാത്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്നതിൻ്റെ റെക്കോർഡിന് അർഹനായ മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളത്തിൻ്റെ 4ാമത്തെ സെൻട്രൽ ജയിൽ തവനൂർ സെൻട്രൽ ജയിൽ, മലപ്പുറം. ബാലവേല ഉന്മൂലനം ചെയ്യാനായി പാരിതോഷിക പദ്ധതി ആരംഭിച്ച സംസ്ഥാനം കേരളം. മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിനുള്ള ടോൾ ഫ്രീ നമ്പർ 1076.